നമസ്കാരം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇന്ന് ലോകത്തെ വിളിച്ചുണർത്തിയത്. അതിർത്തിയിലെ സംഘർഷങ്ങളുടെ തുടർച്ചയെന്നോണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാവുന്നത്. അതേസമയം തന്നെ ഇറാന്റെ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്നും ഇതിനുള്ള ഒരു തിരിച്ചടി അത് ഭവിഷ്യത്ത് ഇറാൻ നേരിടേണ്ടി വരുമെന്നുകൂടി പാകിസ്ഥാൻ പറയുന്നുണ്ട്. ബലൂച്ച് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയായ ജെയ്ഷ് അൽ അദ്ലിന്റെ 2 കേന്ദ്രങ്ങൾ ഉന്നമിട്ടുകൊണ്ടാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഈ മിസൈൽ ആക്രമണം ഉണ്ടായത്. എന്തായാലും ഈ ഭീകര സംഘടന കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇറാന്റെ സൈനികർക്ക് നേരെ വ്യാപകമായി തന്നെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇതിനുള്ള ഒരു മറുപടിയാണ് നിലവിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. നിലവിൽ എന്തായാലും പാകിസ്ഥാന്റെ പ്രതികരണം വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാന്റെ പരമാധികാരത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയത് എന്ന് പാകിസ്ഥാൻ ഇറാന്റെ നയതന്ത്ര പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തി തന്നെ അറിയിച്ചിട്ടുണ്ട്. ആക്രമണത്തിന്റെ അനന്തര ഫലങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഇറാൻ ആയിരിക്കുമെന്ന് കൂടി പാകിസ്ഥാൻ പറയുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഉടൻ തന്നെ ഒരു തിരിച്ചടിക്ക് മുതിർന്നേക്കും എന്നുള്ള വലിയ ആശങ്കയാണ് നിലവിൽ ലോകത്തിനുള്ളത്. പക്ഷേ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നടക്കുന്ന സൈനികമായ ഒരുക്കങ്ങളാണ്. കാരണം പാകിസ്ഥാൻ ഇറാൻ അതിർത്തിയിലേക്ക് നിലവിൽ കൂടുതൽ സൈനികരെ പാകിസ്ഥാൻ വിന്യസിച്ചിട്ടുണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട നീക്കം തന്നെയാണ്. ഇതേ സമയം തന്നെ പശ്ചിമേഷ്യയിൽ ഇത്ര നാളും പോരടിച്ചുകൊണ്ടിരുന്ന ഇസ്രായേലും ഹമാസും പൊടുന്നനെ ഒരു ധാരണയിലെത്തിയ കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഗാസയിൽ ഇരുവരും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഇപ്പോൾ മാനുഷിക സഹായങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഹമാസും പൊടുന്നനെ ഒരു ധാരണയിലെത്തുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും പാകിസ്ഥാനിലേക്ക് ഒരു മിസൈൽ ആക്രമണം ഉണ്ടാവുന്നു. രണ്ടാമത്തെ സാധ്യത, നമ്മുടെ വിദേശകാര്യ മന്ത്രിയായ എസ് ജയശങ്കർ ഇറാനിൽ സന്ദർശനം നടത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്നും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു അടി ഉണ്ടാവുന്നത്. ഇത് തിരിച്ചടിക്കും എന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട് എങ്കിൽ പോലും അതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പാകിസ്ഥാൻ പാട്ടത്തിനെടുത്തിരിക്കുന്ന ചൈന ഈ അവസരം മുതലാക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നുണ്ട്. നിലവിൽ എന്തായാലും ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷം അത് ഈ ഒരു മിസൈൽ ആക്രമണത്തിൽ മാത്രം ഒതുങ്ങുമോ അതോ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക കൂടി ലോകത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.